ഇന്നിവിടെ നിന്ന് വയല് കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വയല് കഴിഞ്ഞ് ഇവിടെ നിന്ന് സലാം പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് റബ്ബേ കിടന്നുറങ്ങാൻ പോകുകയാണ്. കിടപ്പറയിലേക്ക് പോകുകയാണ്. കിടക്കയിലേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് ഒളിവെടുക്കണേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് ഒളിവെടുക്കണേ മോളെ. ഒളിവെടുത്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ബാത താഗിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ. നീ അതാ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. എന്നിട്ട് നീ ഉറങ്ങുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഇവന്റെ ഉറക്കം നീ ഇബാദത്താക്കണേ അല്ലാ. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുമ്പോ ആരാണ് വുളൂ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ട് ഉറങ്ങുന്നവരുണ്ടല്ലോ, ചെവിക്കകത്ത് പാട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ. ആരാ ഉളവെടുക്കുന്നത്? എന്തുകൊണ്ടാ നീ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ് വാപ്പാ. നീ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നീ പറയുമല്ലോ അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആദ്യമായിട്ട് പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അല്ലാഹനെ സ്തുതിക്കുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, ഒരു ദിവസം കൂടെ നന്മ ചെയ്യാനുള്ള ആയുസ് തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാ. ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉളുവെടുക്കാതെ ഉറങ്ങല്ല്. അത് മരണമാടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, മരണമാണ് പൊന്നുമോള്. ഉറക്കം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ ഉറങ്ങാൻ കിടന്ന് നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ കുടുംബക്കാര് പലരും എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഉളുവെടുക്കാതെ കിടന്നുറങ്ങരുത്. ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലെങ്ങാടും നീ മരണപ്പെട്ടാൽ നീ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ഉളുവെടുത്തിട്ടേ മരിക്കാവൂ, ഉളുവോടുകൂടിയേ മരിക്കാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവോടുകൂടി മരിച്ചാൽ അവൻ ആരെന്നറിയുമോ? അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. ഉളുവെടുത്തിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവന് നീ എത്ര വലിയ ഭാഗ്യവാനാരെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ
ജിബിരീൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അവര് മാത്രമല്ല പിന്നെ ഒരാള് കൂടെ വരികയാ. പടച്ചറപ്പേ, ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരാളെ കാണാനുള്ള ഭാഗ്യമാ. ആരെയും നിറിയുവോ ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബിരീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവേ, ലോകത്ത് കിടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർക്ക് വഹിയുമായി ഇറങ്ങി വന്ന മലക്കല്ല് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, ജിബിരീലേ, എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം ജിബിരീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജിബിരീൽ അലൈഹിസ്സലാം തന്റെ ചിറകം ഉയർത്തുമ്പോ ഈ ആകാശഭൂമി മുഴുവനും അടഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ, മുത്തുനബിയുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി നിന്ന അതാ ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനെ നിനക്ക് കാണണ്ടേ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുവോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണ സമയത്ത് കാണാ ജിബിരീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമാണ്. ജിബിരീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വഹിയിന്റെ ദുനിയമായി ഇറങ്ങി വന്ന അതാ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള ഭാഗ്യമോ. അതിനാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണടാ മരിക്കേണ്ടത്. അത് യൂട്യൂബിൽ കിടന്ന് സെക്സി വീഡിയോ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന നിനക്കതിനുള്ള ഭാഗ്യമില്ല. ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന പെങ്ങള്, ലിക്കില്ലാതെ പോയി കിടന്നുറങ്ങുന്ന വാപ്പാ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നീ അവസാനമായി ചെയ്തതെന്താ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ പരലോകത്തെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നീ അവസാനമായി ചെയ്തതും ചെയ്തുകൊണ്ടല്ലേ കിടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, ഒന്നുപെടുത്തിട്ട് കിടക്കട്. മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. മലക്ക് നീ എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. എന്തായാലും ഉറങ്ങാൻ കിടക്ക. ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ. അതുകൊണ്ട് ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്. ആ കിടപ്പിൽ കിടന്ന് നീ മരിച്ച അൽഹംദുലില്ലാ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉണരുന്നതുവരെ അള്ളാന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. നിന്റെ തലയുടെ ഭാഗത്ത് നിന്നൊരു മലക്ക് ദുആ ചെയ്യും നീ ഉണരുന്നതുവരെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി മരണപ്പെട്ടു പോയാൽ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിനക്ക് ജിബിരീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നു, മലക്കുകളുടെ ദുആ കിട്ടുന്ന 10 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ ചെയ്തു പോയ പാപം അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യുന്നവൻ. 2, ഇമാമ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആമീൻ പറയുമ്പോൾ, ഫാത്തിഹ ഓതി കഴിയുമ്പോൾ കൂടെ ആമീൻ പറയുന്നവർ. 3, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർ. 4, നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിലിരിക്കുന്നവർ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമയം 10 മണിയായി. 9:56 7 ആയി. എന്ത് വേണം?
വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണ്? വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിലാണ്. ഞാൻ 10 മണിക്ക് 10:15 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാലേ 10:15 നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഒരെണ്ണം കൂടെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ഇൻഷാ അല്ലാഹ് പറയണോ വേണ്ടയോ? ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്ത് ഓടി വാ, ബക്കറ്റ് എടുത്ത് ആ പൊക്കിയ കൈ പോക്കറ്റിയിട്. പ്രതിഫലം പറയാം. അടുത്ത വിഭാഗം ആരെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. ഈ ബക്കറ്റിൻ്റെ അകത്ത് പൈസ ഇട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിട്ടാൽ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്കുവൻ കൊടുത്തു പടച്ചവനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ ബക്കറ്റിൻ്റെ അകത്ത് നീ എന്തെങ്കിലും എടുത്തിട്ടാൽ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിനക്ക് ബറക്കത്തുണ്ടാകാൻ, നീ രക്ഷപ്പെടാൻ. പോക്കറ്റിൻ്റെ അകത്ത് അടുക്കി വെച്ചിട്ട് ഉറക്കം നടിച്ചാൽ, കാണാത്തവനെ പോലെ ഇരുന്നാൽ അപ്പോഴും മലക്ക് ദുആ ചെയ്യും, അല്ലാ നീ കൊടുത്തത് ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. 8ന്റെ പണി. അതിനാ പറയുന്നത്, നിന്റെ തലയുടെ മുകളിൽ നിന്നും മലക്ക് നിന്നെ ശപിക്കും, നിനക്കെതിരായി ദുആ ചെയ്യും. ഇത് പാപങ്ങൾക്ക് വേണ്ടിയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ, എന്നെക്കാളും നല്ലതുപോലെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കിൻ്റെ ദുആ വേണോ ശാപം വേണോ നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒന്ന് പോക്കറ്റി കൈയിട്ടോ. അസ്സദഖത്തു റദ്ദുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. ഏത് മാരകമായ രോഗത്തിനും മരുന്നുണ്ട്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? ചില അടിമകളുണ്ട് അല്ലാഹിക്ക്, അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അങ്ങനെയാണല്ലോ അല്ലേ? ജീവിച്ചിരിക്കുമ്പോ ചോദിച്ചാൽ കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഓടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് ഓടരുത്, മുസല്ലയിലിരിക്കണേ. 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കൊന്നിരുന്നുകൂടെ? ആ നിസ്കാര പായിൽ നമസ്കരിച്ച സ്ഥലത്ത് 5 മിനിറ്റ് നിങ്ങൾക്കൊന്നിരുന്നുകൂടെ? നിങ്ങൾക്കൊന്ന് ദിക്ർ പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ? അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ? അത് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു എല്ലാവരും അവിടുന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. ആരാപ്പ ഇരിക്കുക? ഇവിടെ ഈ ആമീൻ പറയാ ഇരിക്കണില്ല, ഓട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ വെളിയിൽ നിന്നിട്ട് ഓടുന്നവനാ. ആരാപ്പ ഇരിക്കണ പള്ളിക്കകത്ത്? ഓടുക. എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. 1ാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിയ എഴുന്നേറ്റ് തൂണു പിടിക്കും. 1ാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും പരുവുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിട്ടിട്ട് ഇരുത്തവാ. എടാ ചങ്ങാതി, അവിടെ തന്നെ ഇരിക്ക്.
നിസ്കാരം കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ടേ, സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ, അല്ലാഹു അക്ബർ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ? ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ആരിയ്ക്കുന്നു സഹോദര? ഓട്ടമാ, തെറുതി, ഓടണം, കച്ചവടത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം, ഓട്ടം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ മുസല്ലയിൽ വന്നിരിക്കുമായിരുന്നു. പണ്ടുള്ളവരങ്ങനെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും വരുമ്പോൾ പള്ളിക്കകത്ത് വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. നമ്മളോ കള്ളി ചാപ്പി പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ ഓരത്തിരുന്നിട്ട് വരിക്കും ഇങ്ങനെ കഞ്ചാവ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിസ്കാരപ്പായിലിരിക്ക്. ആ നിസ്കാരപ്പായിൽ നീ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അത്രയും നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് സുബഹിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങുന്ന ഉപ്പമാരില്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പണ്ടത്തെ ഉമ്മമാർ നിസ്കാരം മുസല്ലയിൽ നിന്ന് എഴുന്നേക്കില്ല, ഇശാ വരെ അവിടെ ഇരിക്കും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം, വാക്യ ഓതണം, സജദ ഓതണം, മുൽക്കോതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഓതി ഇശാ വരെ നിസ്കാരപ്പായിലിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇപ്പം ടി വിയുടെ ഫ്രണ്ടില. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്. മലക്കുകളുടെ ദുആ കിട്ടുന്ന 3ാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക. കൂടുതലൊന്നും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല, ഒരല്പനേരമെങ്കിലും ഇരിക്കണം. സമയമുണ്ടെങ്കിൽ എന്തിനാ? അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ, അള്ളാഹിൻ്റെ പള്ളിക്കകത്തല്ലേ. നബൈത്തുൽ ഇഅ്തികാഫ ബിഹാദൽ മസ്ജിദ്, പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ. അതുകൊണ്ട് നിസ്കാരപ്പായിലിരിക്ക്. നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത് കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്, എനിക്കറിയാം 9:45 ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മറന്നു പോകരുത്. 4ാമത്തെ കാര്യം എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിർത്തുക, ഉസ്താദ് വന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ദുആ കിട്ടും. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാന്റെ മലക്കുകൾക്ക് അവരോട് വല്ലാത്ത സ്നേഹമാ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ, പ്രതിഫലം അറിയുമോ? സ്വലാത്ത് പറയുന്നവർ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ കുറിച്ച് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മരണവേദന കുറച്ചു കൊടുക്കും നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് പറഞ്ഞാ മതി.
10 10 പറഞ്ഞാ മതി. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ആദം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും ദാവൂദ് നബിയും ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ, വേദന കുറയ്ക്കും നബിയേ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ, അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാ. ആരാ പറയുന്നത്? അസ്റായിലാ. മീകായിൽ എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് അറിയുന്നവരാണല്ലോ. ഈ മീകായിലാണ് പറയുന്നത്, നബിയേ എനിക്കിഷ്ടമാ നബിയേ, എനിക്ക് സ്നേഹമാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ? അല്ലാഹുവേ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എന്തൊരു ദാഹമാ! ആ ഭയാനകമായ പരലോകമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതിന്റെ ശരീരം വിയർക്കുകയാണ്. ഉച്ച സമയത്തടിച്ച ചൂടിന്റെ കാഠിന്യത്താൽ ഈ സമയത്ത് ഞാനും നിങ്ങളും ഇരുന്ന് വിയർക്കുകയാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോ ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോളാ. അല്ലാഹുവേ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസമുണ്ടല്ലോ, ആ കഠിനമായ പീഡനങ്ങളുടെ ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസമുണ്ടല്ലോ. മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവൻ അവനെ ഞാൻ കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാവുകയില്ല. പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് വേണോ? മീകായിലാണ് പറയുന്നത്, ഞാൻ കൊണ്ടുവരും നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന് അന അസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ഹൗദുൽ കൗസർ കുടിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയാൻ പറ്റുമോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അറിയാമല്ലോ. സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുന്ന മലക്കാണല്ലോ.
ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എനിക്ക് അവരെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുമ്പോ ഖബറിനകത്ത് നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കുടികുത്തി കൊച്ചു വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് യാ ബൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ വാപ്പയുടെ തലയിലേക്ക് എന്റെ പാപങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ആ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നന്ത് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അള്ളാനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനവൊന്നും മലത്തി കിടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ അല്ലാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബനീ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, നീ അല്ലാഹുവിന്റെ മുന്നിൽ കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. നബിയേ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി കിടക്കുമടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ ഒരു മലക്ക് കിടക്കുകയാണ്, സത്യാഗ്രഹത്തിൽ കിടക്കുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. ഇല്ല പടച്ചവര്, ഇല്ല പടച്ചവര്, ഈ സുജൂദിൽ നിന്ന് ഞാൻ എന്റെ തല ഉയർത്തില്ല പടച്ചവര്. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവനോട് കരുണ കാണിക്കണമല്ലോ. ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാണ്. ഇവന് സ്വർഗം കൊടുക്കാതെ, ഇവനോട് കരുണ കാണിക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല അല്ലാ. മലക്ക് നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാ. നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ കിടക്കും. അനസ്ജുദു ലില്ലാഹി തആല മാ അർഫ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നിനക്ക് സ്വർഗം കിട്ടുന്നത് വരെ ദുആ ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ നിന്നെ സ്നേഹിക്കുന്ന 4ാമത്തെ മലക്കാരാ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കടന്നു വരുന്നത്. നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയില്ലല്ലോ. എല്ലാരും കേറണമല്ലോ, എല്ലാരും കേറണമല്ലോ. നരകത്തിന്റെ തീ വിഴുങ്ങുമല്ലോ, നരകത്തിന്റെ കൊളുത്ത് കൊണ്ടുപോകുമല്ലോ. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഭയന്ന് നിൽക്കുമ്പോ, പേടിച്ച് നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ.
ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നിന്നെ മറക്കില്ല പെങ്ങളെ, നിന്നെ മറക്കില്ല ഉപ്പാ. അന ആഖിദം ബിയദിഹി വയമുറു അല സിറാത്ത്. നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. നാളെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വലാത്ത് മറക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ മനസ്സിന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത ഒരു നിമിഷം പോലും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കുവാനോ ഉറക്ക പിടിക്കുവാനോ ചെലവഴിക്കാത്ത അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ. ദുആ ചെയ്യുന്ന മലക്കുകളുടെ ദുആ കിട്ടുന്ന അഞ്ചാമത്തെ ഭാഗ്യവാനാരാ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ. സ്വലാത്ത് പറയുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 എണ്ണമുണ്ട്. 1, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി. ജീവിതത്തിൽ എന്ത് തെറ്റുവന്നാലും അള്ളാഹിനോട് പറ, നീ രക്ഷപ്പെടും. 2, ഇമാമിൻ്റെ ആമീൻ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുന്നവർ. 3, നിസ്കാരപ്പായിരിക്കുന്നവർ. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ വിഭാഗം നിസ്കാരപ്പായിരിക്കുക. 4ാമത്തെ വിഭാഗം ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കണം. 4ാമത്തെ വിഭാഗം ആരായിരുന്നു? ഒളുവോടുകൂടി കിടന്നുറങ്ങുന്നവർ. 5ാമത്തെ വിഭാഗം സ്വലാത്ത് പറയുന്നവർ. 5 എണ്ണം പഠിച്ചു. ഇനി 5 എണ്ണം കടം കിടക്കട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6ാമത്തെ വിഭാഗമാരാ? ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട് കാണാൻ ആര് വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? വരൂല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുവോ? വരൂല്ല. പിന്നെ ആര് വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ നിൻ്റെ വീട്ടിൽ ഇറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഏത് വീട്ടിലാ മലക്കുകൾ വരിക? ഏത് വീട്ടിലാ മലക്കുകൾ വരിക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വീടിനെ കുറിച്ച് പറയാം. നിങ്ങൾ അള്ളാഹിൻ്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിൻ്റെ ചരിത്രം അല്ലാഹ് പറയുന്നുണ്ട്. ഏത് വീടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിൻ്റെ വാതിലിൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും കാണാഞ്ഞിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ കണ്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ മകനെയും ഭർത്താവിനെയും കാത്ത് വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ പൂമുഖവാതുക്കൽ, എന്താ പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ, അല്ലേ? ഏത് ഭാര്യ അപ്പ പൂന്തിങ്കളും പിടിച്ചോണ്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ഏത് ഭർത്താവിനെ കാത്ത് ഏത് ഭാര്യ നിൽക്കണങ്ങളെന്ന് പഠിച്ചു വയ്ക്കേ. ഒന്നും പറയാൻ പറ്റൂല, കാരണം കേസെടുത്ത് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലേ? സ്വന്തം ഇഷ്ടത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്ത് നല്ല നാടില്ലേ? ഇവിടെ പെൺമക്കൾ ആലിച്ചു നോക്കറപ്പേ. ഇപ്പം 21 വയസ്സായി, അതാ അടുത്ത പടക്കം. 18 വയസ്സാകുമ്പോൾ ചാടാൻ വേണ്ടി ക്ലാസ്സൊക്കെ നിർത്തിയിരുന്ന കാമുകൻ, പാവപ്പെട്ടവൻ. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നാ മോളെ നിനക്ക് 18 തികയുന്നത്? അന്ന് ഞാൻ വരും, നീ ചാടണം. കാമുകൻ പറഞ്ഞു കൊടുത്തു. കോടതി കൊണ്ടുപോകുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, വാപ്പാനെ ഉമ്മാനെയും വേണോ കാമുകനെ വേണോ? കാമുകനെ വേണമെന്ന് പറഞ്ഞാൽ കൂടെ വിടുമെന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന ഇപ്പം ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? 3 പെൺമക്കളുള്ള വാപ്പമാരെന്ന് കൈവക്കിക്കേ ആരെങ്കിലും ഉണ്ടെങ്കിൽ. 2 എണ്ണം ഉള്ളത്
2 പെൺമക്കളുള്ളവർ, ഒരെണ്ണമെങ്കിലും ഉള്ളത്, രക്ഷപ്പെട്ടു. പൊതുവിൽ എന്താണെന്നറിയോ? ഇല്ലാത്തൊരു പോട്ട വാപ്പ, നമ്മളെന്ത് ചെയ്യാനാ? അള്ളാഹ് തരണ്ടേ? അള്ളാഹു എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് 3 പെൺകുട്ടികളുണ്ട്. അള്ളാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ. അപ്പൊ സഹാബി ചോദിച്ച് 2 ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞ്, നിസ്കരിച്ചവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുത്തവൻ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, ഖുർആൻ പഠിച്ചവൻ നാളെ എൻ്റെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ആർക്കെങ്കിലും അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ട് ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹുവെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിനെ വളർത്തൽ അത്രയും വലിയ പ്രയാസമാണ്. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ കൊണ്ടെത്തിക്കുന്നെങ്കിൽ അതാ ഏറ്റവും വലിയ ജിഹാദ്, അല്ലാതെ വേറെ ജിഹാദൊന്നുമില്ല. ഹലാൽ ജിഹാദൊന്നുമല്ല, തുപ്പലി ജിഹാദൊന്നുമല്ല. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ, ഇനി 21 വയസ്സ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു വാപ്പ സക്കറാത്തിൻ്റെ വലിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടു വളർത്തണം മക്കളെ, അപ്പോഴാ സ്വർഗം കിട്ടുക. അല്ലാതെ കിട്ടാ ഇങ്ങനെ നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യ വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുന്നു ഭർത്താവിനെ കാണാഞ്ഞിട്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയ ഭർത്താവിനെ കാണാഞ്ഞിട്ട് ഉമ്മു സുലൈം കാത്തു നിൽക്കുകയാ. അങ്ങനെ നോക്കുമ്പോൾ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു, മകൻ നടന്നു വരുന്നു. ഉമ്മു സുലൈമിന് സന്തോഷമായി. വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ പ്രായമുള്ള ഒരു മനുഷ്യൻ വീടിനകത്തേക്ക് കയറി വന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആ കൂടെ വന്ന മനുഷ്യൻ ആരാ? ആ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിലിറങ്ങിയപ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കാൻ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ. അങ്ങനെ വിളിച്ചോണ്ട് വന്നതാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? നിങ്ങൾ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നേ? ഈ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, ആകെ ഇരിക്കുന്നത് ഈ ഇരിക്കണ ഭക്ഷണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ 2 പേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്ന്. ആകെ വീടിനകത്തുള്ളതൊരല്പം ഭക്ഷണം ഇന്ന് നമ്മൾ 2 പേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കണം. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അപ്പൊ ആ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീടിനകത്തില്ല. പിന്നെ എങ്ങനെ ഈ സാധുവിന് കൊടുക്കുക? നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയ്ക്കും ഭർത്താവിനും സങ്കടമായി. അബൂ തൽഹ തങ്ങൾ കരയി, അല്ലാ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു സാധുവിനെ വിളിച്ചു കൊണ്ടുവന്നു. കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. വാപ്പായും ഉമ്മായും കാണാതെ വന്നപ്പോൾ ഈ മോൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയും കരയുന്നു. എന്തിനാ ഉമ്മച്ചി കരയുന്നേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല മോനെ, മോന് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 പേരും അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് കരയാ. 3 പേരും വീടിൻ്റെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താ വഴിയെന്നറിയോ? ഈ ഉള്ള ഭക്ഷണം എടുത്തൊരു പാത്രത്തിനകത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ തിന്നാനിരിക്കുക. വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ആ പാത്രത്തിൻ്റെ അടുത്ത് തിന്നാനിരിക്കുക. ഭക്ഷണത്തിലേക്ക് തിന്നാനിരുന്ന് കഴിയുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്കണയ്ക്കണം. അടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് എൻ്റെ പൊന്നുമോനങ്ങ് തട്ടി അണയ്ക്കണം. എന്നിട്ട് മോൻ വാരി തിന്നരുത് കേട്ടാ, തിന്നുന്നത് പോലെ അഭിനയിച്ചാൽ മതി. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പട്ടിണി കിടന്ന ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് ആ മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്ക് അണച്ചിട്ട് എൻ്റെ മോൻ വാരി തിന്നരുത്. ആ പാവപ്പെട്ടവൻ ഭക്ഷണം കഴിക്കട്ടെ, എൻ്റെ മോൻ എന്ത് ചെയ്താൽ മതി? അഭിനയിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ തിന്നാനിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിൽ നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി.
കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ സ്വാലിഹായ മകനാ, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന മകൻ. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണച്ചു, എന്നിട്ട് അവിടെ ഇരുന്ന് അഭിനയിച്ചു. ആ സാധുവായ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കഴിച്ചു. അവസാനം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിറങ്ങിപ്പോയി. അവർ 3 പേരും അന്ന് പട്ടിണി കിടന്നു. വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറഞ്ഞില്ല. അവർ 3 പേരും അന്ന് രാത്രി അവിടെ തിരിഞ്ഞും മറിഞ്ഞു ഉറക്കം വരാതെ കിടന്നുറങ്ങിയപ്പോഴോ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, മകനെ വിളിച്ചു നിസ്കരിക്കാൻ. പൊന്നുമകൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് ശരീരം തളരുന്നു വാപ്പ ചുമലിൽ കയറ്റി കൊണ്ടുപോകാൻ മോനെ പള്ളിയിൽ. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ ചുമലിലെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അയിന അബൂ തൽഹ എവിടെ? എൻ്റെ അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഏറ്റവും പുറകിലൊരു മൂലയിൽ തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയെ. അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, നിന്റെ വീടിൻ്റെ അകത്ത് ഇന്നലെ വിളക്കണച്ചട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, ആ വിരുന്ന് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയെ? എൻ്റെ വീടിനകത്ത് നടന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നു. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ആയത്തിറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഖുർആൻ പരിപൂർണമായി. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സദഖ ചെയ്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അബൂ തൽഹയുടെ വീട് കാണാൻ, ഉമ്മു സുലൈമിന്റെ വീട് കാണാൻ, അനസിന്റെ വീട് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, മുന്നിൽ വരുന്നവനെ ആട്ടി ഓടിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ,